പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് ഈശോയ്ക്കും കൃപാസന മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് റോയി, ഇത് എൻ്റെ ഭാര്യ ഷൈനി, ഇത് എൻ്റെ മൂത്ത മകൻ റെനിൽ, ഇത് രണ്ടാമത്തെ മകൻ നിഖിൽ, ഇത് റോഷൻ. ഞങ്ങൾ വർഷങ്ങളായിട്ട് UK-ലാണ്. അത് എൻ്റെ സാക്ഷി, ആദ്യത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ്, ഞാനൊരു മെക്കാനിക്കാണ്, കാറിൻ്റെ മെക്കാനിക്കാണ്. സ്വന്തമായിട്ട് ഒരു വർക്ക്ഷോപ്പ് തുടങ്ങാനായിട്ട് ഒത്തിരി വർഷങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ 2017 തൊട്ട് ഞാൻ ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തു. എൻ്റെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഒത്തിരി പേര് ഹെൽപ്പ് ചെയ്തു. പക്ഷേ എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും ഞാൻ താമസിക്കുന്നത് ലിവർപൂളിനടുത്താണ്. അന്നേരം അവിടെ പല സ്ഥലത്തും ഞങ്ങൾ പോയിട്ട് വർക്ക്ഷോപ്പിന് എന്ന് പറഞ്ഞാൽ പല വർക്ക്ഷോപ്പിനും ഞാൻ പോയി വില പറയുകയും റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക്ഷോപ്പിന് വില പറയുകയും അല്ലാതെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന വർക്ക്ഷോപ്പിന് വില പറയുകയും കാര്യങ്ങളും ഇതൊക്കെ ചെയ്തു. പക്ഷേ ഒന്നും ശരിയായില്ല. ഇങ്ങനെ വന്ന് എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും നമ്മൾ പോയി കാണുന്നത് നമുക്ക് ഒന്നെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ, മെയിനായിട്ട് ലൊക്കേഷനാണ്, അത് നമുക്ക് ശരിയാകാതെ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞ് ഞങ്ങൾ എൻ്റെ വൈഫ് ഇവിടുത്തെ കൃപാസനത്തിൻ്റെ യൂട്യൂബിലൂടെ കൃപാസനത്തെ പ്രാർത്ഥന കാണുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2019 നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. എല്ലാ വർഷവും ഞങ്ങളിവിടെ വരുമായിരുന്നു, വന്ന് ഉടമ്പടി പുതുക്കുമായിരുന്നു. അന്നേരം അതിൻ്റെ ഫലമായിട്ട് ഇതിനിടയ്ക്ക് ഞാൻ ഒത്തിരി വർഷപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നെങ്കിലും എനിക്ക് സാറ്റർഡേ സൺഡേയിലൊക്കെ പോയിട്ട് ഇത് കാണാൻ പറ്റുള്ളായിരുന്നു. പലയിടത്തും അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ട് ചിലപ്പോൾ അത് ക്യാൻസലാവും. അങ്ങനെ സാറ്റർഡേ സൺഡേയിലും പോയിട്ട് പലയിടത്തും പോയിട്ട് ഇങ്ങനെ ഞാനും ചിലപ്പോൾ എൻ്റെ ആരെങ്കിലും ഒരു ഫ്രണ്ട്സ് ആരെങ്കിലും കാണും. അങ്ങനെ ഇവിടെ പല സ്ഥലങ്ങളിൽ പോയി കാണും. എന്നിട്ട് ഒന്നും ശരിയായ ഇങ്ങനെ 2023 ലാസ്റ്റ് 24 ഞങ്ങൾ എൻ്റെ ഒരു സുഹൃത്ത് ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ വരുന്ന UK-ൽ ഇരുന്ന് ജോജോ എന്ന് പറയുന്നത് പുള്ളിയുടെ പേരെടുത്ത് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്ത ആളാണ്. പുള്ളി എന്നിട്ട് എൻ്റെ പറഞ്ഞു ഇന്നൊരു സ്ഥലമുണ്ട് റോയി, നിനക്ക് പറ്റുന്ന ഒരു ലൊക്കേഷനുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്കത് മനസ്സിലായില്ല. എങ്കിലും തന്നെ പുള്ളി എൻ്റെ പറഞ്ഞു ഞാനിവിടെ വരാമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ്റെ വൈഫും ഉണ്ടായിരുന്നു. പുള്ളി അവിടെ ഒരു ഷോപ്പ് നടത്തുന്ന ഒരാളാണ്. പുള്ളിക്കാരൻ്റെ വൈഫും കൂടെ വന്നു എന്നെ ആ സ്ഥലം കാണിച്ചു തന്നെങ്കിൽ ഇത് ആരുടെയാണ് എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അന്നേരം ഞാൻ പിന്നെ അവിടെ ഒരു കടയിൽ ചോദിച്ചു ഇത് ആരുടെയാണ്, ഈ ബിൽഡിംഗ് ആരുടെയാണെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചു, ആളുടെ കണ്ടുപിടിച്ചു. ആ വ്യക്തിയെ കിട്ടിയില്ല. വ്യക്തിയുടെ ബ്രദറായിരുന്നു അവിടെ ഇരുന്നത്. ആ പുള്ളിയെ ഫോണിൽ ഞാൻ വിളിച്ചു, സംസാരിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളെ ഈ ബിൽഡിങ് കാണിച്ചു, എല്ലാം ഓപ്പൺ ചെയ്ത് കാണിച്ചു. അതിങ്ങനെ അടഞ്ഞു കിടക്കുമായിരുന്നു, അതെല്ലാം ഓപ്പൺ ചെയ്ത് കാണിച്ചെങ്കിലും ഞങ്ങൾ ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ ആ പുള്ളിക്കാരൻ്റെ ഓഫീസിലോട്ട് കയറി ചെല്ലുമ്പോൾ 2 കൊന്തയാണ് തൂങ്ങിക്കിടക്കുന്നത്. അന്നേരം എൻ്റെ വൈഫ് എൻ്റെ കയ്യിൽ ഇങ്ങനെ പറഞ്ഞു, ഇത് നല്ലൊരു ഇതാണ് ഇത് കാണുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വാസം, ആ വ്യക്തി വിശ്വാസമുള്ള. അന്നേരം വൈഫൻ ഇങ്ങനെ പുള്ളിക്കാരൻ്റെ ചോദിച്ചു ഇതന്നെ കൊന്ത ഇട്ടിരിക്കുക. അന്നേരം പറഞ്ഞു എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. എങ്കിലും തന്നെ അന്നേരം നമുക്കൊരു എന്തോ തമ്പുരാൻ്റെ ഒരു കൃപ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരിത് എന്താ പറയുക, മാതാവിൻ്റെ ഒരു കൊന്ത കണ്ടപ്പോൾ 2 കൊന്ത ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. ഞങ്ങൾക്ക് ഒത്തിരി ഇത് വന്നു. പിന്നെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടന്നു. 2024 തന്നെ എനിക്ക് വർക്ക്ഷോപ്പ് തുടങ്ങാനായിട്ട് സാധിച്ചു. ഇപ്പം ഒരു കുഴപ്പമില്ലാതെ 2 ജോലിക്കാരുണ്ട്, നല്ല രീതിയിൽ അത് റൺ ചെയ്ത് പോകുന്നു. അത് ഒത്തിരി ഞാൻ പ്രാർത്ഥിച്ചു, മാതാവിൻ്റെ ഒത്തിരി പ്രാർത്ഥിച്ചു. രാവിലെ ആയിട്ട് ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം ചിലപ്പോൾ വൈഫ് നൈറ്റിൽ ഡ്യൂട്ടി ആയിരിക്കും, എങ്കിലും തന്നെ ഞാൻ രാവിലെ 5 മണിക്ക് കയറ്റി ഞാൻ പ്രാർത്ഥിക്കുകയും കാര്യങ്ങൾ ഇതൊക്കെ ചെയ്തു. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അച്ഛൻ്റെ ഈ പ്രാർത്ഥന ഇതിലൂടെയൊക്കെ ഫോണിൽ ചിലപ്പം കിച്ചണിൽ നിൽക്കുമ്പോഴായിരിക്കാം, ചിലപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ട് ടേബിളിൽ വെച്ചുകൊണ്ടായിരിക്കും ഞാനിത് ചിലപ്പം പ്രാർത്ഥന കാണും, ചിലപ്പം ജോലി സ്ഥലത്തായിരിക്കും. അങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ, അല്ലാതെ ഇന്ന സമയമൊന്നുമില്ല. നമ്മൾ അങ്ങനെയുള്ള ഒരു സമയത്താണ് ഇത്. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സമയം, പ്രത്യേക ഒരു സമയം കിട്ടാറില്ല. ചിലപ്പം സൺഡേയിലൊക്കെ ആയിരിക്കും, ചിലപ്പം പള്ളിയിൽ പോയിട്ട് വന്നു കഴിഞ്ഞ് ചിലപ്പം സോഫായിലിരിക്കുമ്പം ഇത് 10 മിനിറ്റ് ഒരു അരമണിക്കൂർ ഇതൊക്കെ കാണുന്നത്. ഇതങ്ങനെയൊക്കെയാണ്. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. ഇത് ഒത്തിരി എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ വലിയൊരു കൃപയാണ് അവിടെ നടന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി ഒത്തിരി പേര് ഇതിൻ്റെ പിന്നിൽ എനിക്ക് പ്രവർത്തിച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള ആൾക്കാർ എന്നെ കൊണ്ട് സ്ഥലങ്ങളെ കാണിക്കുകയും
ഇന്ന സ്ഥലത്തുണ്ടെന്നൊക്കെ പറഞ്ഞ് കാണിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. കാര്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അതിനൊരു ലൊക്കേഷനാണ് അത്. പിന്നെ റൺ ചെയ്തുകൊണ്ടിരുന്ന വർക്ക്ഷോപ്പുകളെല്ലാം നമ്മൾ പോയി കാണുകയൊക്കെ ചെയ്തു. അതൊക്കെ വലിയ എമൗണ്ടാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ മണിയൊക്കെ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ വലിയൊരു എമൗണ്ടാണ് അതിനകത്ത് പറയുന്നത്. അന്നേരം അതൊക്കെ നമുക്ക് അത്രയും മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. പുതിയതായിട്ട് നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത്രയും ഒരു എമൗണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം അതുകൊണ്ട് നമുക്ക് ഇത് ചെയ്യുന്നത് എന്താ പറയുക, ആദ്യമായിട്ട് നമ്മളൊരു ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് ആകുമ്പം നമുക്ക് ഒത്തിരി നമുക്ക് അതേപോലെ ഇൻവെസ്റ്റ് ക്യാപിറ്റൽ ഒത്തിരി ഇത് ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിലാണ് ഇത് ചെയ്തെടുത്തത്. നമ്മളത് ഇത് പുതിയൊരു ബിൽഡിങ്ങിൽ നമ്മൾ സ്വന്തമായിട്ട് ഫസ്റ്റെന്ന് തുടങ്ങി അത് ഇത് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് എല്ലാ സാധനങ്ങളും നമ്മൾ പുതുതായിട്ട് വാങ്ങിച്ച് നമ്മളത് സ്റ്റാർട്ട് ചെയ്തെടുക്കുമായിരുന്നു. അത് മാതാവിൻ്റെ ഒത്തിരി കൃപ. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം എൻ്റെ വൈഫിനോ എൻ്റെ മക്കൾക്കോ ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമാണ് ഇതിനു വേണ്ടി എല്ലാം A-Z സംഗതികൾ നമ്മൾ ഇത് എന്തൊക്കെ വേണം, ഒരു കാർ വർക്ക്ഷോപ്പ് റൺ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ വേണം, A-Z സംഗതികൾ, ടൂൾസ്, അതിൻ്റെ മറ്റുള്ള സാധനങ്ങൾ എല്ലാം നമ്മൾ തന്നെ ഓരോന്നോരോന്ന് അതിൻ്റെ ലിസ്റ്റ് എഴുതി നമ്മൾ തന്നെ അത് വാങ്ങിച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു വണ്ടി വന്നാലും അത് റിപ്പയർ ചെയ്യാനും കാര്യങ്ങൾക്കുള്ള ടൂൾസും കാര്യങ്ങളും അതിൻ്റെ റാമ്പ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വേണം. ഇതെല്ലാം നമ്മൾ തന്നെ നോക്കി വാങ്ങിച്ചത് മാതാവിൻ്റെ വലിയൊരു കൃപയാണ്. അതിനകത്ത് എൻ്റെ കഴിവോ കാര്യങ്ങളോ ഒന്നുമല്ല, മാതാവിൻ്റെ കൃപയിലാണ് ഇതെല്ലാം നടന്നത്. രണ്ടാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ അത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. അത് എൻ്റെ ഭാര്യ പറയും. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ഷൈനി. എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിൽ ഈശോയ്ക്കും മാതാവിനും ഒരു കോടി നന്ദി. ഇത് എൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ള സാക്ഷ്യമാണ്. എൻ്റെ മോൻ നിഖിൽ രണ്ടാമത്തെ മകനാണ്. അവന് 3 വയസ്സ് മുതൽ അവന് കണ്ണിന് ഒരു അലർജി രോഗമുണ്ടായിരുന്നു. അത് ഡോക്ടർമാരെയൊക്കെ കാണിച്ചു, ട്രീറ്റ്മെൻറ്റിലായിരുന്നു, ഐ ഡ്രോപ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 2019 ഞങ്ങൾ വന്ന് ഉടമ്പടി എടുത്ത് അതിൽ എഴുതി പ്രാർത്ഥിച്ചു. എന്നും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമായിരുന്നു. അതുപോലെ തന്നെ അവൻ്റെ കണ്ണിൽ ഉടമ്പടി തൈലം പുരട്ടുമായിരുന്നു. അങ്ങനെ അത് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയി. പിന്നെ കഴിഞ്ഞ വർഷം ഹസ്ബൻഡ് ജപമാല റാലിയിൽ പങ്കെടുത്തു. അന്നേരം അച്ഛനെ വന്ന് കണ്ടു, അവൻ്റെ ഫോട്ടോ കാണിച്ചു. അവൻ അന്ന് UK-യിലായിരുന്നു, അവന് വരാൻ പറ്റിയില്ല. അങ്ങനെ അച്ഛനെ ഫോട്ടോ എടുത്ത് കാണിച്ചു. അച്ഛൻ മാതാവിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഇപ്പം അവൻ്റെ കണ്ണിൻ്റെ അലർജി രോഗം ശരിക്കും മാറിയിരിക്കുന്നു. ഇപ്പം മരുന്നുകളൊന്നും യൂസ് ചെയ്തില്ല. അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം കൂടി ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടി. അന്നേരം കണ്ണിന് നന്നായിട്ട് സൗഖ്യം വന്നെന്ന് പറഞ്ഞു. ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ല. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം നടന്നതാണ്. മൂത്ത മോനാണിത്, റെനിൽ. അവൻ +2 കഴിഞ്ഞു. കോളേജ് കഴിഞ്ഞപ്പോൾ എന്ത് കോഴ്സിന് പോകണമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. മെഡിസിന് അഡ്മിഷൻ കിട്ടി. ഇപ്പോൾ അവൻ 4-ാം വർഷം മെഡിസിൻ പഠിക്കുന്നു. അതും മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ്. ആ അഡ്മിഷനൊക്കെ എത്ര പെട്ടെന്ന് തന്നെയാണ് അവന് കിട്ടിയത്. മാതാവിനോട് പ്രാർത്ഥിച്ചു, ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ ഇവിടുന്ന് പേപ്പർ വാങ്ങിച്ചുകൊണ്ട് പോയി. ഇംഗ്ലീഷും മലയാളവും പേപ്പർ വാങ്ങിച്ചു. അവിടെ മലയാളം പേപ്പർ കൊടുത്തു. പിന്നെ ഇംഗ്ലീഷ് പേപ്പർ ഞങ്ങൾ ഇംഗ്ലീഷ് ചർച്ചിൽ പോയി അവരോട് പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് കൊടുത്തു. ദൈവം ഞങ്ങൾക്ക് തന്ന അനുഗ്രഹത്തെപ്പറ്റി, മാതാവിൻ്റെ അനുഗ്രഹത്തെപ്പറ്റി പറഞ്ഞ് ഞങ്ങൾ കൊടുത്തു. അവർ സന്തോഷത്തോടു കൂടി തന്നെയാണ് വാങ്ങിച്ചത്. പേപ്പർ പിന്നെ കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നു, ഇംഗ്ലീഷ് പേപ്പർ. അങ്ങനെ മാതാവ് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയത്. ആത്മീയ ജീവിതം ഞങ്ങൾ എന്നും ബൈബിൾ വായിക്കും. പിന്നെ ജപമാല രാത്രിയിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ചെല്ലും. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ എൻ്റെ ഹസ്ബൻഡും കുട്ടികളും ഇരുന്ന് ജപമാലയൊക്കെ ചെല്ലിയിട്ടേ അവർ ഉറങ്ങത്തുള്ളൂ. അവരാണേലും ബൈബിള് അരമണിക്കൂർ തന്നെ വായിക്കും. കാരുണ്യ പ്രവർത്തനം ഞങ്ങളിവിടെ ആലപ്പുഴയിൽ തന്നെ 2 അനാഥാലയത്തിലേക്ക് ഞങ്ങൾ എല്ലാ മാസവും ഭക്ഷ്യസാധനങ്ങൾ ഹസ്ബൻഡിൻ്റെ അനിയൻ വഴി ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. Thank you, Jesus. Thank you, Blessed Mother Mary of Krubasanam, for blessing me and my family. Thank you.